പശ്ചിമേഷ്യ വീണ്ടും ക്രിട്ടിക്കലായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ലെബനനിലെ ശക്തമായ സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളയ്ക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് ഇറാൻ പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ പ്രഖ്യാപനം മേഖലയിലെ രാഷ്ട്രീയ സൈനിക സമവാക്യങ്ങളെ എങ്ങനെയാണ് മാറ്റിമറിക്കുക എന്ന ആശങ്കയിലാണ് ലോകം. ഇറാൻ വർഷങ്ങളായി പിന്തുണയ്ക്കുന്ന ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്നറിയപ്പെടുന്ന പ്രതിരോധ നിരയിലെ പ്രധാന കണ്ണിയാണ് ഹിസ്ബുള്ള എന്ന് പറയുന്നത്. ഗാസയിലെ ഹമാസ്, യമനിലെ ഹൂതി വിമതർ എന്നിവരെല്ലാം ഈ സഖ്യത്തിന്റെ ഭാഗമാണ്. ഇറാൻ നൽകുന്ന ഈ ശക്തമായ പിന്തുണയുടെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ എന്ത് പ്രതിരോധ നീക്കമാകും നടത്തുക? ഒരു പുതിയ പ്രാദേശിക യുദ്ധത്തിന്റെ ത്രെറ്റ് അവിടെ നിലനിൽക്കുന്നുണ്ടോ? പരിശോധിക്കാം. ഇസ്രായേലിനെതിരായ പോരാട്ടത്തിൽ ഹിസ്ബുള്ളയ്ക്ക് അചഞ്ചലമായ പിന്തുണ നൽകുമെന്നാണ് ഇറാൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ പ്രഖ്യാപനത്തിന് പിന്നിൽ ഇറാന്റെ വ്യക്തമായ സ്ട്രാറ്റജിക് പോളിസി ഉണ്ട്. ഒന്നാമതായി ആശയപരമായ പിന്തുണയാണ്. ഇറാൻ തങ്ങളുടെ ഇസ്ലാമിക വിപ്ലവത്തിന്റെ ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അതുപോലെ പശ്ചിമേഷ്യയിൽ ഇസ്രായേലിന്റെ സ്വാധീനം കുറയ്ക്കുന്നതിനും ഇതിനു വേണ്ടിയാണ് ഈ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്നത്. അടുത്തത് തന്ത്രപരമായ ലക്ഷ്യമാണ്. ഹിസ്ബുള്ള ലെബനൻ അതിർത്തിയിൽ ഇസ്രായേലിന് ഒരു സ്ഥിരമായ തലവേദന സൃഷ്ടിക്കുന്നു. ഇത് ഇസ്രായേലിന്റെ ശ്രദ്ധ ഗാസയിൽ നിന്നും മറ്റ് മേഖലകളിൽ നിന്നും വ്യതിചലിക്കാൻ കാരണമാകും. ഈ ഒരു പ്രതിരോധ അച്ചുതണ്ടിന്റെ ഭാഗമായി ഗാസയിൽ ഹമാസും യമനിൽ ഹൂതി വിമതരും പ്രവർത്തിക്കുന്നു. ഹൂതികൾ ചെങ്കടലിലെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് ഭീഷണി ഉയർത്തുന്നതും ഇറാന്റെ ഈ പ്രോക്സി വാർ തന്ത്രത്തിന്റെ ഭാഗം തന്നെയാണ്. ഇറാന്റെ ഈ പ്രഖ്യാപനം തങ്ങൾ നേരിട്ട യുദ്ധത്തിൽ ഇറങ്ങാതെ തന്നെ ഇസ്രായേലിനെതിരെ നിരവധി അല്ലെങ്കിൽ വിവിധ ഫ്രണ്ടുകളിൽ സമ്മർദ്ദം ചെലുത്താനുള്ള മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമാണ് എന്ന് വേണം പറയാൻ. ഹിസ്ബുള്ള വെറും ഒരു സായുധ ഗ്രൂപ്പ് അല്ല, അത് ലെബനന്റെ രാഷ്ട്രീയത്തിലും സൈനിക ശേഷിയിലും നിർണായക സ്വാധീനമുള്ള ഒരു സ്റ്റേറ്റ് വിത്തിൻ എ സ്റ്റേറ്റ് ആണ്. ഹിസ്ബുള്ളയുടെ കയ്യിൽ ശരിക്കും ലക്ഷക്കണക്കിന് മിസൈലുകളുണ്ട്. കൃത്യമായ ലക്ഷ്യം കാണാൻ കഴിവുള്ള ഈ മിസൈലുകൾ ഇസ്രായേലിലെ പ്രധാന നഗരങ്ങളെയും ഇൻഫ്രാസ്ട്രക്ചറിനെയും ഒക്കെ ആക്രമിക്കാൻ ശേഷിയുള്ളവയുമാണ്. ഗാസ യുദ്ധം ആരംഭിച്ച ശേഷം ലെബനൻ ഇസ്രായേൽ അതിർത്തിയിൽ ഹിസ്ബുള്ളയും ഇസ്രായേൽ സൈന്യവും തമ്മിലുള്ള ക്ലാഷസ് വർദ്ധിച്ചിട്ടുണ്ട്. ഇത് ഒരു ഫുൾ സ്കെയിൽ വാറിലേക്ക് നീങ്ങുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര സമൂഹത്തിനുണ്ട്. ഇറാനിൽ നിന്നാണ് ഹിസ്ബുള്ളയ്ക്ക് ഫണ്ടിങ്ങും ആയുധങ്ങൾ, പരിശീലനം എന്നിവ ലഭിക്കുന്നത്. ഇറാന്റെ ഏറ്റവും പുതിയ പിന്തുണയോടെ ഹിസ്ബുള്ള കൂടുതൽ അഗ്രസീവായ നിലപാടുകൾ സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇതിനെക്കുറിച്ചുള്ള ഇസ്രായേലിന്റെ പ്രതികരണമാണ്. ഇറാന്റെ പ്രഖ്യാപനങ്ങളെ ഇസ്രായേൽ വളരെ ജാഗ്രതയോടെയാണ് കാണുന്നത്. പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും സൈനിക മേധാവികളും ശക്തമായ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുമുണ്ട്. ഹിസ്ബുള്ള ലെബനൻ അതിർത്തിയിൽ റെഡ് ലൈൻ ലംഘിച്ചാൽ ശക്തമായ പ്രത്യാക്രമണം ഉണ്ടാകുമെന്നും ലെബനനെ തന്നെ ലക്ഷ്യമിടുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വടക്കൻ ഇസ്രായേലിലെ അതിർത്തി പ്രദേശങ്ങളിൽ ഇസ്രായേൽ സൈന്യം അയൺ ഡോം മിസൈൽ പ്രതിരോധ സംവിധാനം ഉൾപ്പെടെയുള്ള സൈനിക വിന്യാസം സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. ഇനി US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഉൾപ്പെടെയുള്ളവർ മേഖലയിലെ സംഘർഷം ഡി എസ്കലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇറാന്റെ നിലപാട് ഈ ശ്രമങ്ങൾക്ക് തിരിച്ചടിയാവുകയാണ്. ഇറാന്റെ ഈ പ്രഖ്യാപനം പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ഡൈനമിക്സ് മാറ്റുകയാണ്. ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിനെ ശക്തിപ്പെടുത്തുന്നതിലൂടെ ഇറാൻ തങ്ങളുടെ റീജിയണൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇസ്രായേൽ തങ്ങളുടെ നാഷണൽ സെക്യൂരിറ്റി സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന നിലപാടിലാണ്. ഇങ്ങനെ ഒരു ടെൻസായ സിറ്റുവേഷൻ ഒരു വലിയ പ്രാദേശിക സംഘർഷത്തിലേക്ക് നീങ്ങാതിരിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശക്തമായ ഇന്റർവെൻഷൻ അനിവാര്യമാണ്.